മഹത്വം. ചോറ്റാനിക്കര ദേശത്ത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് നമ്മോട് അറിയിക്കുവാൻ ഒരു സുവാർത്തയുണ്ട്. ആ സുവാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഈ ടീമംഗങ്ങളുടെ കടന്നു വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് നമ്മോടുകൂടെ വാസം ചെയ്യണം. അതെങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യം അറിയിച്ചാണ് ഈ ടീമംഗങ്ങളുടെ കടന്നു വന്നിരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ലഭിച്ച സമയം. ജീവിതത്തിൽ പലതും നേടുവാൻ വേണ്ടി ഓടുമ്പോൾ ഒന്നും അറിയാതെ മരണം നമ്മളെ പിടികൂടുന്നു. അതിന്റെ നടുവിൽ നമ്മളെ ഉണ്ടാക്കി ഈ ഭൂമിയിലേക്ക് വിട്ട സൃഷ്ടാവായ ദൈവത്തിനോട് നമ്മളോട് അറിയിക്കുവാൻ ഒരു വിശേഷപ്പെട്ട സന്ദേശമുണ്ട്. അത് നിങ്ങളെ അറിയിക്കുവാനാണ് കടന്നു വന്നത്. നിങ്ങളുടെ വിലപ്പെട്ട 15-20 മിനിറ്റ് സമയങ്ങൾ ഈ സന്ദേശം ശ്രവിക്കുവാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ താഴ്മയായി ചോദിച്ചുകൊള്ളുന്നു. മനോഹരമായ ഒരു ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്വർഗരാജ്യം സ്വർഗരാജ്യം ദൈവരാജ്യത്തിൻ സ്വർഗമേ നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു. നിന്റെ രാജ്യം വരുന്നു. ഇസ്രായേലിൻ നായക വിശ്വസ്നേഹത്തിൻ ഗായക നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു. നിന്റെ രാജ്യം വരുന്നു. നിന്ദിതരെ നിരാശ്രയരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിന്റെ കൂടാരങ്ങൾ നിങ്ങൾ ഉള്ളതല്ലോ. നിന്ദിതരെ നിരാശ്രയരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിന്റെ കൂടാരങ്ങൾ നിങ്ങൾ ഉള്ളതല്ലോ. നിങ്ങൾക്ക് സമാധാനം സമാധാനം. ഗലീലയായിലെ ശക്തമേ ഗെത്സമേനിൻ ദിവ്യപൂക്കളേ നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു. നിന്റെ രാജ്യം വരുന്നു. കാൽവരി തൂകിയ രക്തമേ ഗൊൽഗൊഥാമലയിലെ ജാതി നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു. നിന്റെ രാജ്യം വരുന്നു. പീഡിതരെ നിങ്ങൾ കൂടെ വരൂ. നിർധനരെ മർദ്ദിതരെ നിങ്ങൾ കൂടെ വരൂ. നിങ്ങൾക്ക് സ്വർഗരാജ്യം സ്വർഗരാജ്യം. ഭൂമിയിൽ സമാധാനം സമാധാനം. കൃഷ്ണാവായ ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മനോഹരമായൊരു പ്രഭാതം സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുവാനായിട്ടിടയായി.
ആ സ്വർഗത്തിലെ ദൈവത്തിന് മാനവരാശിയോട് പറയാനുള്ള ഒരു സന്ദേശം അറിയിക്കുവാനാണ് ഈ പേരാനുഗ്രഹത്തിലൂടെ ഈ ടീം ഇപ്പോൾ കടന്നു പോകുന്നത്. ആ സന്ദേശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയ മക്കളെ, നിങ്ങൾക്ക് നിത്യം ജീവിക്കാം. നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തോടുകൂടെ നിങ്ങൾക്ക് നിത്യം ജീവിക്കാം. ഇന്ന് കാണുന്ന മനുഷ്യരോടുകൂടെയുള്ള മരണമുള്ള ജീവിതം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ മരണമില്ലാത്ത സൃഷ്ടാവോടുകൂടെ മരണമില്ലാത്ത ഒരു ജീവിതം ജീവിക്കാൻ ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആ ഇൻവിറ്റേഷനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാനാണ് ഈ ടീം ഇപ്പോൾ ഈ ചുഴക്കാനികയിലൂടെ കടന്നു പോകുന്നത്. സൃഷ്ടാവായ ദൈവം, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും പ്രത്യേകിച്ച് മരണത്തിലും കുടുങ്ങിപ്പോയ നമ്മളോട് അറിയിക്കുന്ന തന്റെ സന്ദേശമാണ് രാജത്വത്തിന്റെ സുവിശേഷം. സുവിശേഷം ഒന്നേ ഉള്ളൂ. അത്യുന്നതനായ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള മഹാസന്ദേശം ഒന്നേ ഉള്ളൂ. നമുക്ക് ഈ അത്യുന്നതനായ ദൈവത്തോടുകൂടെ വസിക്കാം. അതിന് ദൈവവും മനുഷ്യരും ഒരുമിച്ച് ജീവിക്കുന്ന ആ അവസ്ഥയെയാണ് വിശുദ്ധ ബൈബിൾ സുവിശേഷം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നല്ല വിശേഷം എന്നാണ്. ആ നല്ല വിശേഷമായ സുവിശേഷത്തിന്റെ ഉള്ളിൽ ധാരാളം നല്ല വിശേഷങ്ങളുണ്ട്. എന്നാൽ അതിന്റെ ആകെ തുക ഇതാണ്: സൃഷ്ടാവായ ദൈവത്തിന്റെ ഗൃഹനാഥ സ്ഥാനത്തിന്റെ കീഴിൽ, ആ കർത്തൃത്വത്തിന്റെ കീഴിൽ സൃഷ്ടാവായ ദൈവത്തിന്റെ മക്കളായി ഒരു കുടുംബമായി നമ്മൾ മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ നാം ദൈവത്തിന്റെ കുടുംബമായി ജീവിക്കുന്നതാണ് സുവിശേഷം. ആ സുവിശേഷത്തിലേക്കുള്ള ഇൻവിറ്റേഷനാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത്. ഇതിൽ ജാതിയോ മതമോ സംഘടനയോ ഗ്രൂപ്പോ ഒന്നുമില്ല. മനുഷ്യ മക്കളായി ഏതാനും ദിവസം കൊണ്ട് ഇവിടെ മരിച്ചു വീഴുന്ന, രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ച് ഓടി എന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കി അതുകൊണ്ട് വയറ് നിറച്ച് ബാക്കിയുള്ളത് ബാങ്കിൽ ഇട്ടിട്ടിട്ടിട്ടിട്ട് രോഗിയായി, ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി, അവസാനം ചികിത്സിച്ച് ഒരു ഡോക്ടറിന് സൗഖ്യമാക്കാൻ കഴിയാതെ മരണമൊഴിയാൻ മാറ്റപ്പെടുമ്പോൾ ഉണ്ടാക്കിയതെല്ലാം വട്ടപൂജ്യം, അധ്വാനിച്ചതെല്ലാം വട്ടപൂജ്യം. അങ്ങനെ മനുഷ്യലോകം വിട്ട് യാത്രയാകുന്നു. ഇങ്ങനെ ഒരു യാത്ര കൊണ്ട് എന്ത് പ്രയോജനം മോനെ മോളെ? മനുഷ്യരോടുകൂടെ ജീവിച്ച് മരണമുള്ള ഭാവി സമ്പാദിക്കുന്ന നമുക്ക് ദൈവത്തോടുകൂടെ ജീവിച്ച് നിത്യം നമ്മുടെ ഉടമസ്ഥനായ സൃഷ്ടാവോടുകൂടെ ജീവിപ്പാൻ ദൈവം തന്നിരിക്കുന്ന അവസരമാണ് ഈ സുവിശേഷം. ഇതിങ്ങനെ അറിയുകയാണ്. ഇതിന് ജാതിയുടെ, സംഘടനയുടെ, ഗ്രൂപ്പിന്റെയോ സന്ദേശമല്ല. പകരം സൃഷ്ടാവായ ദൈവം മാനവരാശിയോട് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് എന്നോട് കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. അതിനുള്ള വഴികളും വാതിലുകളും ഒക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്നോടുകൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഗുണം, നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഉടമസ്ഥനെ, നിങ്ങളുടെ അപ്പനെ തിരിച്ചെടുക്കും. മറ്റൊരു ഗുണം, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശത്രുവായ മരണം, അത് നിങ്ങളുടെ ജീവിതത്തിൽ നീങ്ങിപ്പോകും. മരണത്തെ നീക്കുവാനാണല്ലോ നിങ്ങൾ അധ്വാനിക്കുന്നേ. മരണത്തെ നീക്കുവാനാണല്ലോ LKG UKG മുതൽ നിങ്ങൾ പഠനം ആരംഭിച്ചേ. മരണത്തെ നീക്കുവാനാണല്ലോ നിങ്ങൾ ജോലിക്ക് പോകുന്നേ.
മരണത്തെ നീക്കുവാനാണല്ലോ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ ഒരു പരിപാടി ഒന്നും മരണം നീക്കില്ല. മരണത്തെ മാറ്റുവാൻ ഈ ലോകത്തിന് കഴിയില്ല. നിങ്ങളുടെ ആന്റിബയോട്ടിക് ഗുളികൾക്കോ നിങ്ങളുടെ ആശുപത്രികൾക്കോ നിങ്ങളുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ, അത് കേരള യൂണിവേഴ്സിറ്റി ആകട്ടെ, ഗാന്ധി യൂണിവേഴ്സിറ്റി ആകട്ടെ, അങ്ങ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡോ ആയിക്കോട്ടെ, നിങ്ങളുടെ മരണത്തെ മാറ്റാൻ അവർക്ക് കഴിയില്ല. അപ്പൊ പിണറായി സർക്കാരിന് കഴിയുമോ? ഇല്ല. മോദിജിക്ക് കഴിയുമോ? ഇല്ല. നിങ്ങളുടെ ആശുപത്രികൾക്ക് കഴിയുമോ? ഇല്ല. ഇപ്പൊ മരണത്തെ മാറ്റുവാൻ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികൾക്ക് കഴിയത്തില്ല, നമ്മുടെ മെഡിക്കൽ സയൻസിന് കഴിയത്തില്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയത്തില്ല. എന്റെ പ്രിയ വിജയ്, എന്നാൽ കഴിയുന്ന ഒരാളുണ്ട്, സൃഷ്ടാവായ ദൈവം. ആ ദൈവം മരണത്തിലുള്ള നീക്കുപോക്ക് നമുക്ക് തരുവാനിടയാകും. ഈ ഇൻവിറ്റേഷനിലൂടെ, ഏത് ഇൻവിറ്റേഷനിലൂടെ? സൃഷ്ടാവായ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ ആ ഇൻവിറ്റേഷൻ സ്വീകരിക്കുന്നവർക്ക് സൗജന്യമായി മരണത്തിനുള്ള നീക്കുപോക്ക് ലഭ്യമാകാനിടയാകും. നമ്മുടെ അധ്വാനം കൊണ്ടൊന്നും അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ദൈവം നമുക്ക് ഒരുക്കിയത് നമുക്ക് പ്രാപിക്കാം. അപ്പോ ദൈവത്തിന്റെ കുടുംബമായി തീരുവാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഈ ശബ്ദ കാഴ്ചപരിധിയിൽ ദൈവം ഹൃദയം തുറക്കുന്നുവെങ്കിൽ നിങ്ങൾ തിരിച്ചു ചോദിക്കും, എനിക്ക് ദൈവത്തോടുകൂടെ ജീവിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തോടുകൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നല്ലൊരു താല്പര്യമാണ്. പക്ഷേ ആ താല്പര്യം കൊണ്ട് മാത്രം നമുക്കവിടെ ജീവിക്കാൻ കഴിയില്ല. കാരണം മാനവകുലം മുഴുവൻ ഇന്ന് പാപനിമിത്തം മരണത്തിന്റെ കീഴിൽ പിശാചിന്റെ തടവറയിലാണ്. അതുകൊണ്ടാണ് അവർ അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ മരിച്ചുവിടുന്ന് മാറ്റപ്പെടും. അത് നമ്മുടെ അപ്പച്ചന്മാരും അമ്മമാരും ഒക്കെ ഇവിടുന്ന് മരിച്ചു മാറ്റപ്പെട്ടു. നിങ്ങളും ഇതാ ഈ യാത്രയില് മരിച്ചു മാറ്റപ്പെടും. അത് ആരും പ്രവചിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ യാത്രയില് ഈ മരിച്ചു മാറ്റപ്പെടുന്ന മരണത്തിന്റെ കീഴിലായിരിക്കുന്ന അവർക്ക് രക്ഷപ്പെടാൻ സ്വർഗത്തിലെ ദൈവം തന്നെ പനി മാറാൻ പാരസെറ്റമോൾ കഴിക്കാറുണ്ടോ? അല്ലേ? ഇതേപോലെ നമ്മുടെ ജീവിതത്തിലെ മരണം മാറിക്കിട്ടുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ ഒരു നാമം, ആ നാമമാണ് തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ നാമം. പാപത്തിന്റെ ശമ്പളം മരണമാണ്. നമ്മളെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയത് നമ്മുടെ കളറോ നമ്മുടെ ജാതിയോ മതമോ സംഘടനയോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിലെ പാപമാണ് നമ്മളെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയത്. ആ പാപം മാറുവാൻ ഏത് ജലത്തിൽ കുറിച്ചിട്ടൊന്നും കാര്യമില്ല. ഏത് ഉയരത്തിൽ കയറിയതുകൊണ്ടോ താഴ്വരയിൽ പോയതുകൊണ്ടോ ഏത് ദേവാലയത്തിൽ പോയതുകൊണ്ടോ കാര്യമില്ല. പാപത്തിന്റെ ശമ്പളം മരണമാണ്. നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി ദൈവപുത്രനായ ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ഈ സ്വർഗീയ പിതാവ് അയച്ചിട്ട് തന്റെ മകൻ ഇവിടെ വന്നു. വചനം മാംസമായി എന്ന് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നു. ആ മാംസമായ മനുഷ്യനായ ക്രിസ്തു മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി. യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചു വന്നത്. അവിടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് തുടർന്നുള്ള ജീവിതകാലം ആ യേശുവിനെ അനുസരിച്ച് അനുഗമിപ്പാൻ പ്രിയമകനെ പ്രിയമകളെ നീ തീരുമാനം എടുക്കുന്നുവെങ്കിൽ ഇതാ ദൈവം ഒരുക്കിയ മനോഹരമായ ഈ ഭാവിയിലേക്ക് നിനക്കും എത്തിച്ചേരാമെന്നുള്ള സന്ദേശം നിങ്ങളെ അറിയുകയാണ്. എന്താണത്? രാജ്യത്തെ സുവിശേഷം. എന്താണത്? ദൈവവുമായി ദൈവത്തിന്റെ ഗൃഹനാഥ സ്ഥാനത്തിന്റെ കീഴിൽ, ആ കർത്തൃത്വത്തിന്റെ കീഴിൽ ഒരു കുടുംബമായി തന്റെ പുത്രനായ ക്രിസ്തുവിൽ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇതാ ഒന്നുകൂടി പറയാം. എന്താണ് രാജത്വത്തിന്റെ സുവിശേഷം? രാജത്വത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ദൈവരാജാവായി ദൈവ കുടുംബനാഥനായി ഉള്ള ആ രാജ്യത്തിലേക്ക്, ആ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ കീഴിൽ ക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ മക്കളായി ജീവിക്കാനുള്ള
ഇൻവിറ്റേഷനാണ് രാജ്യത്തെ സുവിശേഷം. ഇൻവിറ്റേഷൻ ആ ജീവിതമാണ് രാജ്യത്തെ സുവിശേഷം. തുടർന്ന് അത് പ്രാപിക്കാൻ നാം എന്ത് ചെയ്യണം? ഇപ്പോൾ നാം ഈ ദുഷ്ടലോകത്തിന് കീഴിൽ കുടുക്കപ്പെട്ട് കിടക്കുകയാണ്. പാപനിമിത്തം അതിന് പരിഹാരമായി ദൈവം തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യാഗമാണ്. യേശു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ് വിശ്വസിച്ചുകൊണ്ട്, ഇനി ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് ചെയ്യാം, ഹൃദയത്തിൽ വിശ്വസിക്കാം. യേശു ഹൃദയത്തിൽ കർത്താവായി സ്വീകരിച്ചുകൊണ്ട് പാപ വഴികളെ വേർപെട്ടൽ ജീവിക്കാൻ ഒരു തീരുമാനമെടുത്തുകൊണ്ട് യേശുവെ കർത്താവായി സ്വീകരിച്ച് അനുദിനം അനുഗമിച്ച് അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാമെന്ന് ഞങ്ങൾ ഈ ദേശവാസികളെ ഓർപ്പിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അടുത്ത ദേശത്തേക്ക് കടന്നു പോവുകയാണ്. ഈ സന്ദേശം നിങ്ങൾ അറിയിച്ചു. ഇനി ഞങ്ങൾ നാളെ ഇത് കേട്ടില്ല അറിഞ്ഞില്ല എന്ന് പറയാൻ ഈ ദേശവാസികൾക്ക് ഇടയാകരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇതാ നാം മരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നിത്യം ദൈവത്തോടുകൂടെ ജീവിക്കാം. ഈ സന്ദേശം നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ദേശത്തെ കടന്നു പോവുകയാണ്. ഞങ്ങൾ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ചൊറ്റാനിക്കര ചെറു പട്ടണത്തിലുള്ളവരെ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചവൃത്തിയിൽ അങ്ങയുടെ സ്വരം എന്നിലൂടെ കേൾക്കുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ ബിസിനസ്സുകളെയും ഇവരുടെ മാതാപിതാക്കന്മാരെയും ഇവരുടെ മക്കളെയും എല്ലാം ഞാൻ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ഒരു അനുഗ്രഹമാകട്ടെ. ഈ അനുഗ്രഹം ഇവരുടെ താൽക്കാലിക ആവശ്യങ്ങളെ മാത്രമല്ല, നിത്യമായ ദൈവരാജ്യം അങ്ങയോടൊപ്പമുള്ള ജീവിതം അവകാശമാക്കുക ഈ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഇവരെ അനുഗ്രഹിക്കുക. അപ്പോൾ തന്നെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ സഹോദരങ്ങളെ 2 നോട്ടീസ് കൊണ്ടുവന്നിട്ടുണ്ടാകും. അതിലൊന്ന് ഒരു ട്രാക്റ്റാണ്. ഞങ്ങൾ ഇവിടുന്ന് പോയാലും ആ ട്രാക്റ്റ് നിങ്ങളോട് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഭാവി എന്തെന്ന് സംസാരിക്കും. 2 ഒരു നോട്ടീസാണ്. ഇവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുക്കാട്ടുപടിക്ക് അടുത്ത പഞ്ചായത്തിലോട് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 22 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന ഒരു ധ്യാന കേന്ദ്രമാണ്. അധ്വാനിക്കുന്നവർക്കും പാറ നോക്കുന്നവർക്കും എല്ലാം ക്രിസ്തുവിന്റെ ഒരു ആശ്വാസമായി ദൈവരാജ്യ സുവിശേഷം എന്തെന്ന് അറിയിച്ച് ജനത്തെ ആശ്വാസത്തിന്റെ സ്ഥലങ്ങളിലേക്ക് നടത്തുന്ന ഒരു ധ്യാന കേന്ദ്രമാണ്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ആ ധ്യാന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കൂടുതലായി ദൈവരാജ്യത്തെ കുറിച്ചുള്ള വർണ്ണങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമാകുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് കടന്നു വരാവുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ആ നോട്ടീസിന്റെ താഴെ ഞങ്ങൾ ടെലിഫോൺ നമ്പറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ കൂടുതലായി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനും അതിലൂടെ സഹായകരമായി തീരും എന്ന് അറിയിക്കുകയാണ്. ഓൺലൈനായിരിക്കും നിങ്ങൾക്ക് ഏവർക്കും ഇവരോട് ചേർന്ന് വന്ദനം അറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കുന്നത് സഹായിക്കുന്നത് അനുഗ്രഹം നിത്യമായി ദൈവത്തോടുകൂടി ജീവിക്കുന്ന ആ സുവിശേഷത്തിൽ എത്തിക്കുമാർ ആകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇതാ ഞങ്ങൾ പിരിയുന്നു. നന്ദി, നമസ്കാരം.